എക്സാമിനേഷൻ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ആണ് എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. എക്സാമിനേഷൻ ഓഫ് അപ്പർ റെസ്പിറേറ്ററി പാസേജസ്. ഫസ്റ്റ് നേസൽ ക്യാവിറ്റി എക്സാമിൻ ചെയ്യാം. അപ്പോൾ അതിന് സബ്ജക്റ്റിന്റെ നേസൽ ക്യാവിറ്റി സബ്ജക്റ്റിനോട് ജസ്റ്റ് താഴെ ജസ്റ്റ് ടേക്ക് ചെയ്ത് ഒരു ടോർച്ച് വെച്ച് എക്സാമിൻ ചെയ്യാം ഫോർ എനി കൺജഷൻ, ഡീലേഷൻ ഓഫ് നേസൽ സെപ്റ്റം ഓർ ഫോർ എനി ഗ്രോത്ത്. സെയിം വേ ത്രോട്ടും ഫാരിങ്സും എക്സാമിൻ ചെയ്യാം. സബ്ജക്റ്റിന്റെ അടുത്ത് മൗത്ത് വൈഡ് ഓപ്പൺ ചെയ്യാൻ പറയാം. യൂസിങ് എ ടോർച്ച് നമുക്ക് എക്സാമിൻ ചെയ്യാം. ടങ് പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്യാൻ പറയാം. ലുക്ക് ഫോർ എനി കൺജഷൻ ഓർ എനി ഗ്രോത്ത്. എക്സാമിനേഷൻ ഓഫ് ചെസ്റ്റ്. 4 സ്റ്റെപ്പുകളിലായിട്ടാണ് നമ്മൾ ചെസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻസ്പെക്ഷൻ, ഫോളോഡ് ബൈ പാൽപേഷൻ, പെർക്കഷൻ ആൻഡ് ഓസ്കൾട്ടേഷൻ. 9 ഏരിയകളിലാണ് നമ്മൾ ചെസ്റ്റ് എക്സാമിനേഷൻ ചെയ്യുന്നത്. നമുക്ക് 9 ഏരിയാസ് ഓഫ് ചെസ്റ്റ് എക്സാമിനേഷൻ പരിചയപ്പെടാം. ക്ലാവിക്കിൾ, സുപ്രാ ക്ലാവിക്കുലർ റീജിയൻ, ഇൻഫ്രാ ക്ലാവിക്കുലർ റീജിയൻ, മാമറി, ഇൻഫ്രാ മാമറി. 2 സ്കാപ്പുലയുടെ മീഡിയൽ ബോർഡറിന്റെ ഇടയിലുള്ള സ്പേസ് ആണ് ഇന്റർസ്കാപ്പുലർ സ്പേസ്, സുപ്രാ സ്കാപ്പുലർ സ്പേസ്, ഇൻഫ്രാ സ്കാപ്പുലർ സ്പേസ്. ആക്സിലറി, ഇൻഫ്രാ ആക്സിലറി. ഇൻസ്പെക്ഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പൊസിഷൻ ഓഫ് ട്രക്കിയ, സെക്കൻഡ് ഷേപ്പ് ആൻഡ് ഫോം ഓഫ് ചെസ്റ്റ്, തേർഡ് മൂവ്മെന്റ് ഓഫ് ചെസ്റ്റ്, ഫോർത്ത് അപ്പെക്സ് ബീറ്റ്, then respiratory rate, rhythm and type, then look for any engorged or visible veins and any visible pulsations. Inspection of chest. First, position of trachea. Trachea usually central ആയിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. Then നമ്മൾ നോക്കേണ്ടത് സിമെട്രി ആൻഡ് ഷേപ്പ് ഓഫ് ചെസ്റ്റ്. ഷേപ്പ് ഓഫ് ചെസ്റ്റ് യൂഷ്വലി നമ്മൾ സിമെട്രിക്കൽ ആണ് നോക്കുന്നത് by measuring the AP diameter and transverse diameter. AP diameter is usually less than transverse diameter. Then we locate the apex beat. Apex beat locate ചെയ്യുന്നത് left 5th intercostal space ൽ 1 cm medial to the mid clavicular line. Then movement of chest. നമ്മൾ ചെസ്റ്റ് ഈക്വലി ബൈലാറ്ററൽ ആയിട്ട് മൂവ് ചെയ്യുന്നത് നോക്കണം. സബ്ജക്റ്റിനോട് ബ്രീത്ത് ചെയ്യാൻ പറയാം. ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും 2 സൈഡിലും റെസ്പിറേഷൻ അനുസരിച്ച് ഈക്വൽ ആയിട്ടാണോ മൂവ് ചെയ്യുന്നത് നോക്കണം. പിന്നെ റെസ്പിറേറ്ററി റേറ്റ് മെഷർ ചെയ്യേണ്ടത് സബ്ജക്ട് നോർമൽ ബ്രീത്ത് ചെയ്യുമ്പോൾ ചെസ്റ്റ് വാൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനും റിലാക്സ് ചെയ്യുന്നതും കൗണ്ട് ചെയ്തിട്ട് റെസ്പിറേറ്ററി റേറ്റ് മെഷർ ചെയ്യാം. ദെൻ നമ്മുടെ ചെസ്റ്റ് വാളിൽ ഡയലേറ്റഡ് വെയിൻസ് ഉണ്ടോ, ഇനി അബ്നോർമൽ പൾസേഷൻസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെസ്റ്റ് ഇൻസ്പെക്ഷനിൽ ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ പാൽപേഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പൊസിഷൻ ഓഫ് ട്രക്കിയ നോക്കാം. സബ്ജക്റ്റിനോട് തല ടിൽറ്റ് ചെയ്യാൻ പറയുന്നു. ഇൻഡെക്സ് ഫിംഗറും റിംഗ് ഫിംഗറും സ്റ്റേർണോ ക്ലാവിക്കുലർ ജോയിന്റിൽ പ്ലേസ് ചെയ്ത് നമ്മുടെ മിഡിൽ ഫിംഗർ ക്രിക്കോയിഡ് കാർട്ടിലേജ് പ്ലേസ് ചെയ്യാം. ദെൻ ഫ്രം ക്രിക്കോയിഡ് കാർട്ടിലേജ് നമ്മുടെ മിഡിൽ ഫിംഗർ താഴോട്ട് മൂവ് ചെയ്യാം. താഴോട്ട് മൂവ് ചെയ്തിട്ട് ട്രക്കിയയിൽ അബ്നോർമൽ ഡീവിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്ത നമ്മൾ നോക്കുന്നത് അപ്പെക്സ് ബീറ്റ് ആണ്. അപ്പെക്സ് ബീറ്റ് നമ്മൾ CBSE ഓൾറെഡി കണ്ടു. ഒരിക്കൽ കൂടി എങ്ങനെ ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേർണൽ ആംഗിൾ ലൊക്കേറ്റ് ചെയ്യാം. സ്റ്റേർണൽ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 5th ഇന്റർകോസ്റ്റൽ സ്പേസ് കാണാം. ലെഫ്റ്റ് 5th ഇന്റർകോസ്റ്റൽ സ്പേസിൽ മിഡ് ക്ലാവിക്കുലർ ലൈനിന് 1 cm മീഡിലായിട്ടാണ് അപ്പെക്സ് ബീറ്റ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് അപ്പെക്സ് ബീറ്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തതിനു ശേഷം പാം വെച്ച് പാൽപേറ്റ് ചെയ്യുക. നെക്സ്റ്റ് അൾനാർ ബോർഡർ വെച്ച് പാൽപേറ്റ് ചെയ്യുക. അതിനുശേഷം ഇൻഡെക്സ് ഫിംഗർ വെച്ച് ലോക്കലൈസ് ചെയ്യാം. നെക്സ്റ്റ് മൂവ്മെന്റ് ഓഫ് ചെസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൂവ്മെന്റ് ഓഫ് ചെസ്റ്റ് നോക്കേണ്ടത് നമ്മൾ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും നോക്കണം. അപ്പൊ അതിനായിട്ട് നമ്മുടെ സബ്ജക്റ്റിന്റെ ചെസ്റ്റ് വാളിൽ നമ്മൾ തമ്പ് രണ്ടും ഈക്വലി സ്പേസ് ചെയ്യാം. ദെൻ സബ്ജക്റ്റിന്റെ അടുത്ത് ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറയാം. ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തമ്പ് എത്രത്തോളം ഈക്വലി ആണോ ഡീവിയേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതൊരു ഫ്യൂ ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ചെസ്റ്റ് മൂവ്മെന്റ് നമ്മൾ ഫ്രണ്ടിൽ നോക്കി, നമുക്ക് ബാക്ക് സൈഡിലൂടെ നോക്കാം. അപ്പൊ അതിനായിട്ട് സബ്ജക്റ്റിന്റെ അടുത്ത് 2 ഷോൾഡറിലോട്ടും ഹാൻഡ്സ് ക്ലോസ് ചെയ്ത് വെക്കാൻ പറയാം. അതിനുശേഷം എക്സാമിനർ തമ്പ് പ്ലേസ് ചെയ്യുന്നു. ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറയാം സബ്ജക്റ്റിന്റെ അടുത്ത്.
തം മൂവ്മെന്റ് ബൈലാറ്ററലി ഈക്വൽ ആണെന്ന് നോക്കാം. അടുത്ത നമുക്ക് ചെസ്റ്റ് എക്സ്പാൻഷൻ മെഷർ ചെയ്യാം. ചെസ്റ്റ് എക്സ്പാൻഷൻ മെഷർ ചെയ്യാനായിട്ട് സബ്ജക്റ്റിന്റെ നിപ്പിളിന്റെ ലെവലിൽ ഒരു മെഷറിംഗ് ടാപ്പ് ഫൈൻഡ് ചെയ്യാം. ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മെഷർമെന്റ് നോക്കാം. ഇനി സബ്ജക്റ്റിന്റെ അടുത്ത് ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യാൻ പറയാം. ഡീപ്പായി ഇൻസ്പയർ ചെയ്തതിനു ശേഷം മെഷറിംഗിലെ ഡിഫറൻസ് നോട്ട് ചെയ്യാം. യൂഷ്വലി അത് 5 to 8 സെന്റിമീറ്റർ ആണ്. അടുത്തത് വോക്കൽ ഫ്ലെമിറ്റസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് എക്സാമിനറുടെ അൾനാർ ബോർഡർ ഓഫ് ഹാൻഡ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട 9 ഏരിയാസ് ഓഫ് എക്സാമിനേഷനിൽ പ്ലേസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം സബ്ജക്റ്റിന്റെ അടുത്ത് 1-1-1-1 എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയാം. അപ്പോൾ എക്സാമിനർക്ക് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. ആ വൈബ്രേഷൻ ബൈലാറ്ററലി ഈക്വൽ ആണോ എന്നുകൂടി നോക്കാം. നമുക്ക് നോക്കാം. 1-1-1-1-1-1-1-1-1-1-1-1. അടുത്തത് ആക്സിലറി റീജിയനിൽ എങ്ങനെയാണ് വോക്കൽ ഫ്ലെമിറ്റസ് നോക്കേണ്ടതെന്ന് പറയാം. അപ്പൊ അതിനായിട്ട് നമ്മൾ സബ്ജക്റ്റിന്റെ അടുത്ത് തലയുടെ മുകളിൽ കൈകൾ വെക്കാൻ പറയാം. ഇനി നമ്മൾ 1-1 റിപ്പീറ്റ് ചെയ്യാൻ പറയാം. 1-1 ബൈലാറ്ററലി നോക്കാം. 1-1 1-1 1-1. അടുത്ത നമ്മൾ ബാക്ക് റീജിയനിൽ എങ്ങനെയാണ് വോക്കൽ ഫ്ലെമിറ്റസ് നോക്കേണ്ടതെന്ന് പറയാം. അപ്പൊ അതിനായിട്ട് സബ്ജക്റ്റിന്റെ അടുത്ത് ഷോൾഡറിലോട്ട് 2 ഹാൻഡ്സും ക്ലോസ് ചെയ്യാൻ പറയാം. ശേഷം 1-1 റിപ്പീറ്റ് ചെയ്യാൻ പറയാം. 1-1 1-1 1-1 1-1 1-1. യൂഷ്വലി നമ്മൾ വോക്കൽ ഫ്ലെമിറ്റസ് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡിൽ വോക്കൽ ഫ്ലെമിറ്റസ് റെഡ്യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അത് ഒന്ന് ലെഫ്റ്റ് മാമറി റീജിയനും സെക്കൻഡ് റീജിയൻ റൈറ്റ് ഇൻഫ്രാ മാമറി റീജിയനാണ്. ലെഫ്റ്റ് മാമറി റീജിയൻ അത് കാരണം നമ്മുടെ ഹാർട്ട് റിസൈഡ് ചെയ്യുന്നത് ലെഫ്റ്റ് മാമറി റീജിയനിലാണ്. റൈറ്റിൽ ഇൻഫ്രാ മാമറി റീജിയനിൽ റെഡ്യൂസ്ഡ് വോക്കൽ ഫ്ലെമിറ്റസ് കിട്ടാൻ കാരണം ഡ്യൂ ടു ദ പൊസിഷൻ ഓഫ് ലിവർ. അടുത്ത നമ്മൾ പെർക്കഷൻ ചെയ്യാം. പെർക്കഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് റോൾസ് ഓഫ് പെർക്കഷൻ എന്തൊക്കെയാണ് നോക്കാം. നമ്മുടെ എക്സാമിനറുടെ നോൺ ഡോമിനന്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗറിനെയാണ് നമ്മൾ ഫ്ലെക്സിമീറ്റർ ഫിംഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെർക്കഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏത് ഓർഗനാണ് പെർക്കസ് ചെയ്യുന്നത് അതിന് പാരലായിട്ട് നമ്മൾ ഫ്ലെക്സിമീറ്റർ പ്ലേസ് ചെയ്യാം. പിന്നെ ഡോമിനന്റ് ഹാൻഡിലെ മിഡിൽ ഫിംഗർ ആണ് ഫ്ലെക്സർ. ഫ്ലെക്സർ ഉപയോഗിച്ച് നമ്മൾ ഫ്ലെക്സിമീറ്ററിന്റെ ഓവർ പെർക്കസ് ചെയ്യണം. പെർക്കഷൻ ചെയ്യുമ്പോൾ മൂവ്മെന്റ് എപ്പോഴും റിസ്റ്റിൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പെർക്കഷൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അത് നമ്മൾ വോക്കൽ ഫ്ലെമിറ്റസ് ചെയ്ത പോലെ തന്നെ ബൈലാറ്ററലി ചെയ്യണം. അപ്പോൾ ഫ്ലെക്സിമീറ്റർ ഫിംഗർ പ്ലേസ് ചെയ്തു, ഫ്ലെക്സർ ഉപയോഗിച്ച് റിസ്റ്റിലെ മൂവ്മെന്റ് ഉപയോഗിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇനി ആക്സിലറി റീജിയനിൽ പെർക്കഷൻ ചെയ്യാൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റിന്റെ ഹാൻഡ് തലയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ പറയാം. പെർക്കസ് ചെയ്യാം. ബൈലാറ്ററലി പെർക്കസ് ചെയ്യാം. ഇനി ബാക്ക് റീജിയനിൽ എങ്ങനെ പെർക്കസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ അതിനായി നമ്മൾ വോക്കൽ ഫ്ലെമിറ്റസ് ചെയ്ത സമയത്ത് ചെയ്ത പോലെ തന്നെ സബ്ജക്റ്റിന്റെ അടുത്ത് ഷോൾഡറിലോട്ട് ഹാൻഡ് ക്ലോസ് ചെയ്യാൻ പറയാം. യൂഷ്വലി ഇതാണ് നമ്മൾ പെർക്കസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന റെസൊണന്റ് നോട്ട്. ഇത് ഇപ്പോൾ ചെസ്റ്റിൽ ലൈക്ക് എനി കൺജഷൻ അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ, ന്യൂമോതൊറാക്സ് ഇങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടാകുമ്പോൾ ഈ സൗണ്ട് ഡള്ളാവും. ഫിസിയോളജിക്കലി നമുക്ക് മാമറി ഏരിയയിലും ലെഫ്റ്റ് മാമറി ഏരിയയിലും റൈറ്റ് ഇൻഫ്രാ മാമറി ഏരിയയിലും ഡൾ നോട്ടാണ്
പെർക്കഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഡിയാക് ഡള്ളും ലിവർ ഡൾനെസ്സുമാണ്. അടുത്തത് ഓസ്കൾട്ടേഷൻ ഓഫ് ചെസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ ഒരു സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ വെസിക്കുലാർ ബ്രെത്ത് സൗണ്ട്സ് ബൈലാറ്ററലി ഈക്വൽ ആണോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ 9 ഏരിയകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഓസ്കൾട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് ബ്രീത്ത് ചെയ്യാൻ പറയാം. ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് സൗണ്ട്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ വെസ്റ്റിക്കുലാർ ബ്രെത്ത് സൗണ്ട് ആണ് നോർമലി ഹിയർ ചെയ്യുന്നത്. നമ്മൾ വോക്കൽ ഫ്ലെമിറ്റസിലും പെർക്കഷനിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് മാമറി ഏരിയയിലും റൈറ്റ് ഇൻഫ്രാ മാമറി ഏരിയയിലും റെഡ്യൂസ്ഡ് ബ്രെത്ത് സൗണ്ട് കിട്ടും. അത് ഫിസിയോളജിക്കലാണ് ഡ്യൂ ടു ലെഫ്റ്റ് സൈഡിൽ മാമറി ഏരിയയിൽ ഡ്യൂ ടു ഹാർട്ട് ആൻഡ് ഇൻ റൈറ്റ് ഇൻഫ്രാ മാമറി ഏരിയ ദിസ് ഇസ് ഡ്യൂ ടു ലിവർ. യൂഷ്വലി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പൊസിഷനിൽ ആക്സിലർ റീജിയനിലും ബാക്ക് റീജിയനിലും ചെയ്യാം ഓസ്കൾട്ടേഷൻ. അടുത്തത് വോക്കൽ റെസൊണൻസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് സ്റ്റെത്ത് ഉപയോഗിച്ചിട്ട് എക്സാമിനർ ചെസ്റ്റ് റീജിയൻ എക്സ്പ്ലോർ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം സബ്ജക്റ്റിൻ്റെ അടുത്ത് 1111 എന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയാം. 11. പിന്നെ വോക്കൽ റെസൊണൻസ് ബൈലാറ്ററലി ചെക്ക് ചെയ്യാം. രണ്ടും ഈക്വൽ അല്ലേ നോക്കാം. ഇതേപോലെ തന്നെ ആക്സിലർ റീജിയനിലും ബാക്ക് റീജിയനിലും റിപ്പീറ്റ് ചെയ്യാം.